ഫ്രണ്ട്സ്, വെൽക്കം ടു കൊമേഴ്സ് ട്യൂട്ടോറിയൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ 4th സെമസ്റ്റർ BComലെ കോർപ്പറേറ്റ് റെഗുലേഷൻ എന്ന സബ്ജക്റ്റാണ്. ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില പാർട്ടുകൾ ഡിസ്കസ് ചെയ്തു. 2018-19 വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്ന അത് ക്വസ്റ്റ്യൻസ് എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളതും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2017-16 വർഷങ്ങളിൽ കോർപ്പറേറ്റ് റെഗുലേഷനിൽ ചോദിച്ച ചില ക്വസ്റ്റ്യൻസുകളെ കുറിച്ചാണ്. അതിൻ്റെ ഷോർട്ട് ആൻസർ എങ്ങനെയാണ്, അതുപോലെ തന്നെ ലോങ് ആൻസർ എങ്ങനെയാണ്, അതുപോലെ തന്നെ ഷോർട്ട് എസ്സേ എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് 2017 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. 2017 2 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻസുകളാണ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ എന്താ പറയുന്നത്, ഡിഫൈൻ ദ ഗവൺമെൻറ് കമ്പനി. എന്താണ് ഗവൺമെൻറ് കമ്പനി? ആ ഒരു ഇത് കഴിഞ്ഞ 2019 ചോദിച്ച ക്വസ്റ്റ്യനാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പനി. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പനീസിൽ ഈ പറയുന്ന ഗവൺമെൻറ് കമ്പനീസ്, സബ്സിഡറി കമ്പനീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണ് അത് മൊത്തമായിട്ട് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാർക്കിന് അതിന് ക്വസ്റ്റ്യൻസ് ഷുവറുള്ള ടൈപ്പാണ്. കാരണം ഏതെങ്കിലും ഒരു കമ്പനി നിങ്ങൾക്ക് 2 മാർക്കിന് ചോദിക്കാം, 2-3-4 കമ്പനി നിങ്ങൾക്ക് 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ 4 മാർക്കിന് ചോദിക്കാൻ ചാൻസ്, അതുപോലെ തന്നെ എസ്സേ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ് ഈ പറയുന്ന ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പനീസ്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പനീസിലെ ഗവൺമെൻറ് കമ്പനി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ് ഗവൺമെൻറ് കമ്പനി ഡിഫൈൻ ചെയ്യുക, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ സെക്യൂർഡ് ആൻഡ് അൺസെക്യൂർഡ് ഡിബഞ്ചർ. അതുപോലെ തന്നെ ഡിബഞ്ചറിൻ്റെ കേസിലും കഴിഞ്ഞ 2019 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതാണ് കൈൻഡ്സ് ഓഫ് ഡിബഞ്ചർ ഓർ ടൈപ്സ് ഓഫ് ഡിബഞ്ചർ എന്നുള്ളത് എസ്സേ ആയിട്ട് ചോദിച്ചതാണ്. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം അൺസെക്യൂർഡ് ഡിബഞ്ചർ എന്താണ്, സെക്യൂർഡ് ഡിബഞ്ചർ എന്താണ്. അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഓരോ ഡിബഞ്ചറിനെ കുറിച്ചും ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഡിബഞ്ചറിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട ആ രീതിയിലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ആ ഭാഗത്ത് നിന്ന് എസ്സേ ആണെങ്കിലും ഷോർട്ട് എസ്സേ ആണെങ്കിലും ഇനി ലോങ് എസ്സേ ആണെങ്കിലും നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റും. ഇപ്പോൾ ഇവിടെ എന്താ ചോദിച്ചാൽ എക്സ്പ്ലെയിൻ ദി സെക്യൂർഡ് ആൻഡ് അൺസെക്യൂർഡ് ഡിബഞ്ചേഴ്സ്. സെക്യൂർഡ് ഡിബഞ്ചർ എന്താണ്, അൺസെക്യൂർഡ് ഡിബഞ്ചർ എന്താണ്. അപ്പോൾ നിങ്ങൾ ആ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിബഞ്ചർ മൊത്തമായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ എഴുതാൻ പറ്റും 2 മാർക്കിന്. ദെൻ അതുപോലെ തന്നെ പ്രൈവറ്റ് കമ്പനി, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പനി പഠിച്ചു കഴിഞ്ഞാൽ തന്നെ അത് എഴുതാൻ പറ്റും. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പനി ഓൺ ദ ബേസ് ഓഫ് ലയബിലിറ്റി. ഒരു കമ്പനീൻ്റെ ലാബിലിറ്റീൻ്റെ അനുസരിച്ച് എങ്ങനെയാണ് കമ്പനീസിനെ ഡിഫറെൻ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഏതൊക്കെ അറിയാം നമുക്ക്. ലിമിറ്റഡ് ബൈ ഷെയർസ്, ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആൻഡ് അൺലിമിറ്റഡ് കമ്പനി 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതും എന്താണ് ഈ കമ്പനീൻ്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്. പിന്നെ 1% കമ്പനി എന്താണ്, 1% കമ്പനി എന്താ നമുക്കറിയാം. ഒറ്റ ഡയറക്ടർ ഉണ്ടാവുള്ളൂ, ഒരു മെമ്പേഴ്സ് വെച്ച് തുടങ്ങുന്ന ഒരു കമ്പനിയാണ് 1% കമ്പനി എന്ന് പറയുന്നത്. ദെൻ എക്സ്പ്ലെയിൻ ദ പെർപ്പച്വൽ സാക്സഷൻ. പെർപ്പച്വൽ സാക്സഷൻ നമ്മുടെ കമ്പനീസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്ന ഒരു ഫീച്ചറാണ് പെർപ്പച്വൽ സാക്സഷൻ എന്നുള്ളത്. അപ്പോൾ ഇത് 2019 ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്, സ്റ്റേറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കമ്പനി. ഏതെങ്കിലും ഒരു 2 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഏതെങ്കിലും 3-4 പോയിൻറ്റ്സ് അവിടെ ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്, എക്സ്പ്ലെയിൻ ദ പെർപ്പച്വൽ സാക്സഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർപ്പസ്ഫുൾ സാക്സഷൻ അല്ല, പെർപ്പച്വൽ സാക്സഷൻ ആണ്. ഞാൻ എഴുതി ടൈപ്പ് ചെയ്തൊക്കെ നോക്കുമ്പോൾ മിസ്റ്റേക്ക് വന്നതാണ്. അപ്പോൾ പെർപ്പച്വൽ സാക്സഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു കമ്പനീൻ്റെ ആ ഒരു ഫീച്ചേഴ്സ് പഠിക്കുന്ന ടൈമിൽ നിങ്ങൾ മെയിനായിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻസ് കൂടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. കാരണം കമ്പനീൻ്റെ ഫീച്ചറിൽ വരുന്ന അണ്ടറിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ഈ പെർപ്പച്വൽ സാക്സഷൻ എന്ന് പറയുന്നത്. അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് 2 മാർക്കിന് ചോദിച്ചിരിക്കുന്നത്. ദെൻ കോറം ഓഫ് എ മീറ്റിംഗ്. ഇതും പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. കോറം ഓഫ് മീറ്റിംഗ് എന്താണ്, മീറ്റിങ്ങിൻ്റെ കോറം 2 മാർക്കിന് ചോദിക്കാം. ഈ കോറം ഓഫ് മീറ്റിംഗ് എന്ന് പറയുകയാണെങ്കിൽ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് വാലിഡ് മീറ്റിങ്ങിൻ്റെ ഒരു എലമെൻ്റ് ആണ് ഈ കോറം ഓഫ് മീറ്റിംഗ്. അതിൽ വരുന്ന എല്ലാ എലമെൻറ്റും നിങ്ങൾ പഠിച്ചു വയ്ക്കുക. കോറം ഓഫ് മീറ്റിങ്ങിലും അതുപോലെ തന്നെ കോറം ഓഫ് മീറ്റിങ്ങിൻ്റെ അണ്ടറിൽ വരുന്ന എലമെൻസുകളും കാര്യങ്ങളും പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ അതിൻ്റെ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് വാലിഡ് മീറ്റിംഗ് ഫുള്ളായിട്ട് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു കോറം ഓഫ് മീറ്റിങ്ങിൻ്റെ ഷോർട്ട് 2 മാർക്കിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ്, റെസൊല്യൂഷൻ ഈ പറയുന്ന പോലെ തന്നെ എല്ലാ വർഷ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കുന്ന കാര്യമാണ് റെസൊല്യൂഷൻ. എന്താണ് റെസൊല്യൂഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെസൊല്യൂഷൻ, സ്പെഷ്യൽ റെസൊല്യൂഷൻ, ഓർഡിനറി റെസൊല്യൂഷൻസ് കാര്യങ്ങളൊക്കെ എല്ലാ വർഷവും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ചോദിക്കാറുണ്ട്. 4 മാർക്കിനാണെങ്കിലും അല്ലെങ്കിൽ എസ്സേ ആയിട്ടും, അല്ലെങ്കിൽ എന്താണ് സ്പെഷ്യൽ റെസൊല്യൂഷൻ അല്ലെങ്കിൽ എന്താണ് ഓർഡിനറി റെസൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ചോദിക്കുക. അപ്പോൾ ഈ റെസൊല്യൂഷൻ്റെ അണ്ടറിൽ വരുന്ന എല്ലാ ഭാഗങ്ങളും പഠിക്കുക, ഇൻക്ലൂഡിങ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഓർഡിനറി ആൻഡ് സ്പെഷ്യൽ റെസൊല്യൂഷൻ. അപ്പോൾ അത് നോക്കുക. ദെൻ പ്രോക്സി എന്താണ്, പ്രോക്സിൻ്റെ ഡ്യൂട്ടീസ് എന്താണ്, റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്ന് നോക്കുക. പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്നത് 2 മാർക്കിന് പ്രോക്സി എന്താണെന്ന് മാത്രം എഴുതുക. പക്ഷേ നിങ്ങളത് നോക്കേണ്ടത് അതിൻ്റെ അണ്ടറിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നോക്കണം.
ദെൻ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്. എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിങ്ങും ഈ പറയുന്ന പോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മീറ്റിങ്ങിന് പറ്റുന്നതാണ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മീറ്റിംഗ് എസ് എ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ അതിലൂടെ നിങ്ങൾക്ക് അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവിടെ ആൻസർ ചെയ്യാൻ സാധിക്കും. എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് എന്താണെന്ന് നിങ്ങൾക്ക് അവിടെ എഴുതാൻ പറ്റും. അപ്പോൾ ഇത് പിന്നെ അടുത്ത വർഷം ഇപ്പോൾ ഈ വരുന്ന എക്സാമിന് നിങ്ങളോട് ചോദിക്കുകയാണ്, ആനുവൽ ജനറൽ മീറ്റിംഗ് ചിലപ്പം ചോദിക്കാം, അല്ലെങ്കിൽ ക്രെഡിറ്റ് മീറ്റിംഗ് ചോദിക്കാം, അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് മീറ്റിംഗ് ചോദിക്കാം, അല്ലെങ്കിൽ ക്ലാസ് മീറ്റിംഗ് ചോദിക്കാം. അങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, അപ്പോൾ ആ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പനി മീറ്റിങ്ങിനെ കുറിച്ച് നന്നായിട്ട് പഠിക്കുക. അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഈ പറയുന്ന എല്ലാത്തിൻ്റെയും ലിങ്ക്സും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഓരോ ചാപ്റ്റർ വൈസറായിട്ട് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾ കണ്ടാൽ മാത്രം മതി, നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ മെയിനായിട്ട് ഫസ്റ്റ് ചാപ്റ്ററിൽ ഇൻട്രൊഡക്ഷൻ ഓഫ് കമ്പനീസിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഡിഫൈൻ ഗവൺമെൻറ് കമ്പനി, അതുപോലെ തന്നെ പ്രൈവറ്റ് കമ്പനി എന്താണ്, ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പനി ഓൺ ദ ബേസ് ഓഫ് വാലിഡിറ്റി, ദെൻ 1 person കമ്പനി, എക്സ്പ്ലെയിൻ ദ പെർപെച്വൽ സാക്സഷൻ. അപ്പോൾ ഇവിടെ എത്ര ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്? ടോട്ടൽ 5 ക്വസ്റ്റ്യൻസോളം ചോദിച്ചിട്ടുണ്ട് ഫസ്റ്റ് ചാപ്റ്ററിന്. അതുപോലെ തന്നെ ഷെയർ ക്യാപിറ്റലിൻ്റെ ചാപ്റ്ററിന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ കമ്പനി മീറ്റിങ്ങിൻ്റെ ചാപ്റ്ററിനാണ് ബാക്കിയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ചോദിച്ചിരിക്കുന്നത്. പ്രോക്സി എന്താണ്, റെസൊല്യൂഷൻ എന്താണ്, ക്വാറം ഓഫ് മീറ്റിംഗ് എന്താണ്, എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് എന്ന് വെച്ചാൽ ടോട്ടൽ 4ഓളം ക്വസ്റ്റ്യൻസ് അതിന്നും നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഇവിടെ ഈ ഒരു 2 മാർക്കിൻ്റെ മെയിനായിട്ട് കവർ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ചാപ്റ്ററും അതുപോലെ സെക്കൻഡ് അല്ല നമ്മുടെ ഷെയർ ക്യാപിറ്റൽ 3rd മൊഡ്യൂള്, ദെൻ പിന്നെ പറയുന്നത് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ മൊഡ്യൂൾ എന്നാണ് ഏറ്റവും കൂടുതൽ 2 മാർക്കിന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നന്നായി ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് 2017 ചോദിച്ച ചില ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസുകളാണ്. ഒന്നാമത്തെ എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് റെസൊല്യൂഷൻസ്. ഞാൻ നേരത്തെ പറഞ്ഞു, കാരണം എന്താ, റെസൊല്യൂഷൻ പഠിക്കുന്ന ടൈമിൽ നിങ്ങൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെസൊല്യൂഷനും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് ആൻസർ പറയാൻ പറ്റും. നമ്മൾ മുന്നത്തെ വീഡിയോസുകളിലും ഈ പറയുന്ന പോലെ തന്നെ റെസൊല്യൂഷൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 2018 ചോദിച്ചിട്ടുണ്ട്, 2019 ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെസൊല്യൂഷൻ. അപ്പോൾ അതിൻ്റെ റെസൊല്യൂഷൻ എന്താണെന്ന് പഠിച്ച് വയ്ക്കുക, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് പഠിച്ച് വയ്ക്കുക, ദെൻ ഓർഡിനറി ആൻഡ് സ്പെഷ്യൽ റെസൊല്യൂഷൻ പഠിച്ച് വയ്ക്കുക. ദെൻ പിന്നെ ചോദിച്ചിരിക്കുന്നത് എക്സ്പ്ലെയിൻ ദ ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഡോക്ട്രൈൻ ഓഫ് അൾട്രാ വൈറസ്, ഡോക്ട്രൈൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ്, ഡോക്ട്രൈൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ്. അതിൻ്റെ അണ്ടറിൽ വരുന്ന എല്ലാ കാര്യങ്ങളും പഠിച്ച് വയ്ക്കുക. അതെന്താണെന്ന് പഠിച്ച് വയ്ക്കുക ഓരോന്നും. കാരണം ഈ വർഷം ചോദിച്ചത് എക്സ്പ്ലെയിൻ ദ ഡോക്ട്രൈൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ്. കൺസ്ട്രക്റ്റീവ് നോട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യുക, ഡോക്ട്രൈൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ്. അപ്പോൾ നന്നായി നോക്കി വയ്ക്കുക. അത് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിലാണ്, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, അത് ഡോക്യുമെൻറ്റ്സ് ഓഫ് ദ കമ്പനീസിൽ ഉള്ളൊരു ചാപ്റ്ററിലാണ് പഠിക്കുന്നത്. നെക്സ്റ്റ് വാട്ട് ആർ ദ ലയബിലിറ്റീസ് ഓഫ് എ ഡയറക്ടേഴ്സ്. ഇതും നമ്മൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ലയബിലിറ്റീസ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ലയബിലിറ്റീസ് എന്തൊക്കെയാണ്, സിവിൽ ലയബിലിറ്റി, ക്രിമിനൽ ലയബിലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളുടെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് ഓരോന്നായിട്ട് എടുത്ത് കാണും. ദെൻ അപ്പോൾ ഈ ലയബിലിറ്റീസ് ഓഫ് ഡയറക്ടേഴ്സ് പഠിക്കുന്ന ടൈമിൽ ഡയറക്ടേഴ്സ് എന്താണ്, അതിൻ്റെ റൈറ്റ്സ് എന്താണ്, ഡ്യൂട്ടീസ് എന്താണ്, പവേഴ്സ് എന്താണ്, ആ കാര്യങ്ങൾ ഡയറക്ടേഴ്സിൻ്റെ അണ്ടറിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിക്കുക. കാരണം അത് എസ് എ ആയിട്ടും ചോദിക്കാം, ഷോർട്ട് എസ് എ ആയിട്ടും ചോദിക്കാം, അതുപോലെ തന്നെ ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിക്കാം. നമ്മൾ കഴിഞ്ഞ 2019 ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണ്, 2 റൈറ്റ്സ് മാത്രമാണ് ഡയറക്ടേഴ്സിനെ ചോദിച്ചത്. പക്ഷെ ഇവിടെ എന്താണ്, ലയബിലിറ്റീസ് ആണ് ചോദിച്ചത്. അപ്പോൾ രണ്ടും തമ്മിൽ കഴിഞ്ഞ പ്രാവശ്യം റൈറ്റ്സ് ചോദിച്ചെങ്കിൽ ഇപ്രാവശ്യം ലയബിലിറ്റീസ് ആണ് ചോദിച്ചത്. ചിലപ്പം അടുത്ത പ്രാവശ്യം ഡ്യൂട്ടീസ് ആയിരിക്കും ചോദിക്കുക. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഡയറക്ടേഴ്സിൻ്റെ എല്ലാ റൈറ്റ്സും ഡ്യൂട്ടീസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ദെൻ എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ഇക്വിറ്റി ഷെയർ. ഇക്വിറ്റി ഷെയറിൻ്റെ ഫീച്ചേഴ്സ് എന്താണ് ഇക്വിറ്റി ഷെയർ, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് പഠിച്ചു വയ്ക്കുക. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഇനി എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ഇക്വിറ്റി ഷെയർ ആണ് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ എഴുതാൻ പറ്റും. അഥവാ അഡ്വാൻറ്റേജസ് ആണ് ചോദിച്ചെങ്കിൽ അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. നെക്സ്റ്റ്, വാട്ട് ആർ ദ ഗ്രൗണ്ട്സ് ഫോർ വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി ബൈ ട്രിബ്യൂണൽ. ഇവിടെ കമ്പൽസറി വൈൻഡിങ് അപ്പ് അല്ലെങ്കിൽ വൈൻഡിങ് അപ്പ് ബൈ ദ ട്രിബ്യൂണലിൻ്റെ കേസിൽ അതിൻ്റെ ഗ്രൗണ്ട്സ് ഫോർ വൈൻഡിങ് അപ്പ് ഓഫ് കമ്പനീസ് ബൈ ട്രിബ്യൂണലിൻ്റെ കേസിൽ എന്തൊക്കെയാണ് ഇവിടെ എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1 സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം, 2 ഡിഫോൾട്ട് ഇൻ ഹോൾഡിംഗ് സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ്, ഫെയിലിയർ ടു കൊമേഴ്സ്
ഫെയിലിയർ ടു കമാൻസ് ബിസിനസ്, അതുപോലെ തന്നെ റിഡക്ഷൻ ഓഫ് മെമ്പേഴ്സ്, ഇനബിലിറ്റി ടു പേ ഡെപ്റ്റ്, ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ, ലോ ഓഫ് സബ്സ്ട്രാറ്റം, അതുപോലെ തന്നെ ഇമ്പോസിബിലിറ്റി ടു ക്യാരി ഓൺ ദ ബിസിനസ്, എക്സിസ്റ്റിംഗ് അസറ്റ് ആൻഡ് റിസോഴ്സ് ആർ ഇൻസഫിഷ്യൻറ്റ്, പിന്നെ ഡെഡ്ലോക്ക് ഇൻ മാനേജ്മെൻറ്റ്, ഫ്രോഡ്ലൻഡ് പർപ്പസ്, ഡിഫാൾട്ട് ഇൻ ഫയലിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, അതുപോലെ തന്നെ ഓർ ആനുവൽ റിട്ടേൺസ്, പിന്നെ ആക്റ്റഡ് അഗെയിൻസ്റ്റ് ദ സോവറിനിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ. ഇങ്ങനത്തെ പോയിന്റ്സുകളാണ് അവിടെ നിങ്ങൾ എഴുതേണ്ടത്. എന്ന് വെച്ചാൽ വാട്ട് ആർ ദ ഗ്രൗണ്ട് സപ്പോർട്ട് അല്ലെങ്കിൽ വാട്ട് ആർ ദ ഗ്രൗണ്ട്സ് ഫോർ ദ വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി ബൈ ദ ട്രിബ്യൂണൽ. അപ്പോൾ അതാണ് നിങ്ങളിവിടെ എഴുതേണ്ടത്. സ്പെഷ്യൽ റെസൊല്യൂഷന്, അതുപോലെ തന്നെ ഡിഫാൾട്ട് ഇൻ ഹോൾഡിംഗ് കമ്പനി സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ്, ഫെയിലിയർ ടു കമാൻസ് ബിസിനസ്, റിഡക്ഷൻസ് ഓഫ് മെമ്പേഴ്സ്, ഇന്നബിലിറ്റി ടു പേ ഡെപ്റ്റ്. അത്രയും പോയിന്റ്സുകൾ, അതിന് കുറച്ച് പോയിന്റ്സുകളുണ്ട്. നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് പ്രൊമോട്ടേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൊമോട്ടർ നിങ്ങൾ പഠിക്കുന്ന ടൈമിൽ കഴിഞ്ഞ പ്രാവശ്യം ലാബിലിറ്റീസ് ചോദിച്ചിട്ടുണ്ട്, ഡ്യൂട്ടീസ് ചോദിച്ചിട്ടുണ്ട് പ്രൊമോട്ടേഴ്സിൻ്റെ. അതുപോലെ തന്നെ നമ്മുടെ എന്താണ് പ്രൊമോട്ടേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ എസ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് ഫോർമേഷൻ ഓഫ് കമ്പനീസ്. അപ്പോൾ ഫോർമേഷൻ ഓഫ് കമ്പനീസിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ് പ്രൊമോഷൻസ്. ആ പ്രൊമോഷൻസിൽ വരുന്നതാണ് പ്രൊമോട്ടറിൻ്റെ ഫങ്ഷൻസ് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ആ പ്രൊമോട്ടേഴ്സിൻ്റെ അണ്ടറിൽ വരുന്ന അതിൻ്റെ ടൈപ്സ്, അതിൻ്റെ ഡ്യൂട്ടീസ്, അതിൻ്റെ ലാബിലിറ്റീസ്, അതുപോലെ തന്നെ ഇതൊക്കെ നിങ്ങൾ നോക്കിയേക്കുക. ഏത് ക്വസ്റ്റ്യൻ ആണ് അടുത്ത ഇതിൽ ചോദിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. നെക്സ്റ്റ്, വാട്ട് ആർ ദ എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് മീറ്റിംഗ്. എന്തൊക്കെ എസെൻഷ്യൽസ് ആണ് വാലിഡ് മീറ്റിങ്ങിലുള്ളത് എന്നാണ് പറയുന്നത്. അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയും അതിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെ എസെൻഷ്യൽ എലമെൻറ്റ്സ് ആണ് ഒരു വാലിഡ് മീറ്റിങ്ങിൽ വേണ്ടത്. പ്രോക്സി, അതുപോലെ തന്നെ കോറം ഓഫ് എ മീറ്റിംഗ്, അതുപോലെ തന്നെ നോട്ടീസ് ഓഫ് എ മീറ്റിംഗ്, സ്പെഷ്യൽ റെസൊല്യൂഷൻസ്, അങ്ങനെ ഡിഫറെൻറ്റ് ആയിട്ടുള്ളൊരു 9ഓളം എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് മീറ്റിംഗ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കമ്പനി മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ നോട്ട്സ് വിധം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ദെൻ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ട്രാൻസ്ഫർ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ്. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് പ്രൈവറ്റ് കമ്പനിയും പബ്ലിക് കമ്പനിയും ഷെയർസും സ്റ്റോക്കും ഇതൊക്കെ തമ്മിലുള്ള ഡിഫറൻ്റ് ആണ്. പക്ഷേ ഇപ്രാവശ്യം ചോദിച്ചെന്താണ് ട്രാൻസ്ഫർ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ്. 2018-19 ചോദിച്ചിരിക്കുന്നത്. ഈ പറയുന്ന പ്രൈവറ്റ് കമ്പനിയും അതുപോലെ തന്നെ പബ്ലിക് കമ്പനിയും തമ്മിൽ ഡിഫറൻറ്റും പിന്നെ എന്താണ് ഷെയർസും സ്റ്റോക്കും തമ്മിൽ ഡിഫറൻറ്റ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ദ ട്രാൻസ്ഫർ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ്. അതും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ക്യാപിറ്റൽ എന്ന ചാപ്റ്ററിൽ ആണിത് പറയുന്നത്. ഒറ്റ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, എല്ലാ ഡിഫറൻസും ഒരു ഡിഫറൻസും നിങ്ങൾ വിടണ്ട. നമ്മൾ ഏതൊക്കെ ഡിഫറൻസ് ആണോ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ആ ഡിഫറൻസ് ഒക്കെ പഠിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം, ഏതൊക്കെ അറിയോ വരാൻ ചാൻസ്. പ്രൈവറ്റ് ആൻഡ് പബ്ലിക് കമ്പനിയുടെ ഡിഫറൻസ്, 2 ഷെയറും സ്റ്റോക്കും തമ്മിൽ ഡിഫറൻറ്റ്, അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയർ ഇക്വിറ്റി ഷെയറും തമ്മിലുള്ള ഡിഫറൻറ്റ്, പിന്നെ ഈ പറയുന്ന ട്രാൻസ്ഫറും ട്രാൻസ്മിഷനോ ഷെയർസും, ഡിമെറ്റീരിയലൈസേഷനും റീമെറ്റീരിയലൈസേഷനും തമ്മിലുള്ള ഡിഫറൻസ്, അതുപോലെ തന്നെ സ്പെഷ്യൽ റെസൊല്യൂഷനും ഓർഡിനറി റെസൊല്യൂഷനും തമ്മിലുള്ള ഡിഫറൻറ്റ്, പിന്നെ പറയാം മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും തമ്മിലുള്ള ഡിഫറൻറ്റ്. അപ്പോൾ അങ്ങനെയുള്ള എന്തൊക്കെ ഡിഫറൻസ് ആണോ നിങ്ങൾക്കുള്ളത്, ഏതൊക്കെ ഡിഫറൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ആണോ ഉള്ളത് അതൊക്കെ നിങ്ങൾ പഠിച്ച് വെക്കുക. അപ്പോൾ ഇവിടെ ഇന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ട്രാൻസ്ഫർ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസിനെ കുറിച്ചാണ്. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം നിങ്ങളടുത്ത് പറയാനുള്ളത്, ഇപ്പോൾ ടൈപ്സ് ഓഫ് റെസൊല്യൂഷൻ ചോദിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ഷെയർ ക്യാപിറ്റലിൽ വരുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷെയർ ക്യാപിറ്റൽ നോക്കുക. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നമ്മുടെ ഡിബഞ്ചേഴ്സിൻ്റെ ടൈപ്സ് നോക്കുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് എസ് എ ആയിട്ടും ഷോർട്ട് എസ് എ ആയിട്ടും നമുക്ക് 2 മാർക്കിനൊക്കെ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസുകളാണ്. നെക്സ്റ്റ്, ലോങ് എസ്സേയിൽ 2017 ചോദിച്ചതാണ്. എക്സ്പ്ലെയിൻ അപ്പോയിൻമെൻറ്റ്, റിമൂവൽ ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് എ കമ്പനി.
അപ്പോൾ അതേ സാധനം തന്നെ 4 മാർക്കിന് നമുക്ക് ഇപ്പുറത്ത് ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഡയറക്ടേഴ്സിൻ്റെ ലയബിലിറ്റീസ് എന്താ എക്സ്പ്ലെയിൻ ചെയ്യാൻ. അതേ ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് എസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ എഴുതേണ്ട എങ്ങനെ വെച്ചാൽ എക്സ്പ്ലെയിൻ അപ്പോയിൻമെൻറ്റ്, ഡയറക്ടേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റ് എങ്ങനെയാണ് റിമൂവൽ ഓഫ് ഡയറക്ടേഴ്സ്, ദെൻ ലയബിലിറ്റീസ് ഓഫ് എ ഡയറക്ടേഴ്സ്. അപ്പോൾ അത് മൂന്നെണ്ണം ക്ലിയർ ആയിട്ട് നിങ്ങൾ ഡിഫൈൻ ചെയ്യുക. ഓരോന്നിനും 5 മാർക്ക് വെച്ചിട്ടാണ്, ആ റേഷ്യോയിലാണ് ഇവിടെ വരിക. അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് എഴുതി 5 മാർക്ക്, ദെൻ റിമൂവൽ ഓഫ് ഡയറക്ടേഴ്സ് എഴുതി 5 മാർക്ക്, ദെൻ ലയബിലിറ്റീസ് ഓഫ് ഡയറക്ടേഴ്സ് എഴുതി കഴിഞ്ഞാൽ 5 മാർക്ക്. അങ്ങനെ വെച്ചിട്ടാണ് റേഷ്യോയിൽ വരുന്നത്. നെക്സ്റ്റ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മീറ്റിംഗ് അണ്ടർ ദ കമ്പനീസ് ആക്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ടൈപ്സ് ഓഫ് മീറ്റിംഗ്, അതിൻ്റെ ആ ക്ലാസിഫിക്കേഷൻ വെച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മീറ്റിംഗ് അണ്ടർ ദ കമ്പനീസ് ആക്ട്. നന്നായിട്ട് നോക്കുക, കാരണം അത് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അത് ഒന്നില്ലെങ്കിൽ 2 മാർക്കിന് ഏതെങ്കിലും ഒരു മീറ്റിംഗ് ചോദിക്കും, അല്ലെങ്കിൽ 4 മാർക്കിന് ചോദിക്കും, അല്ലെങ്കിൽ എന്താണ് എസ് ആയിട്ടും ചോദിക്കും. 3 രീതിയിലും ചോദിക്കും. അപ്പം നിങ്ങളത് പഠിക്കുമ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ട് പഠിച്ചു വയ്ക്കുക. ദെൻ എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് ക്ലോസസ് ഇൻ ദ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ക്ലോസസ് മീൻസ് കണ്ടൻറ്റ്. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ്റെ കണ്ടൻറ്റ്സ് ഏതൊക്കെ അല്ലെങ്കിൽ ക്ലോസസ് ഏതൊക്കെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഏതൊക്കെ: ഒബ്ജക്റ്റീവ് ക്ലോസ്, നെയിം ക്ലോസ്, ക്യാപിറ്റൽ ക്ലോസ്, ലയബിലിറ്റി ക്ലോസ്, അതുപോലെ അസോസിയേറ്റ് ഓർ സബ്സ്ക്രിപ്ഷൻ ക്ലോസ്, ദെൻ സിറ്റുവേഷൻ ഓർ രജിസ്റ്റേർഡ് ക്ലോസ്. അപ്പോൾ അത്രയും ക്ലോസുകൾ നിങ്ങൾ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളിത് ചോദിച്ചുമ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഫസ്റ്റ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്താണെന്ന് എഴുതുക, ജസ്റ്റ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എഴുതുക. ദെൻ ആ ടേബിൾ, ആ ഒരു ടേബിൾ ഉണ്ട്, ടേബിൾ ABCDE എന്ന് പറഞ്ഞിട്ട് F വരെയുള്ള ടേബിൾ ഉണ്ട്, അത് നിങ്ങൾ എഴുതുക. ദെൻ വാട്ട് ആർ ദ കണ്ടൻറ്റ്സ് ഓഫ് അല്ലെങ്കിൽ ക്ലോസസ് ഓഫ് മെമ്മോറാണ്ടം എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഒരു പിക്ചറൈസേഷനൊക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട് രൂപത്തിലൊക്കെ ചെയ്തിട്ട് ദെൻ നിങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ 100% ഫുൾ മാർക്ക് കിട്ടും. പക്ഷേ അതിൽ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ഈ മെമ്മോറാണ്ടത്തിൻ്റെ ക്ലോസസ് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ രീതിയിൽ ഇത് ക്വസ്റ്റ്യൻ ചോദിക്കും. എങ്ങനെയറിയോ? ഇപ്പോൾ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, വാട്ട് ആർ ദ കണ്ടൻറ്റ്സ് ഓഫ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ദെൻ അതിൻ്റെ ആൾട്രേഷൻസ് എങ്ങനെയാണെന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങളിത് പഠിക്കുമ്പോൾ 6 മെമ്മോറാണ്ടത്തിൻ്റെ കണ്ടൻസും അതുപോലെ തന്നെ അതിൽ വരുന്ന ആൾട്രേഷൻ ഓഫ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ അതും നിങ്ങൾ പഠിക്കുക. ഓരോന്നിൽ വരുന്ന ആൾട്രേഷൻസ് ഉണ്ട്. നെയിം ക്ലോസിൽ, രജിസ്റ്റേർഡ് ക്ലോസിൽ, സിറ്റുവേഷൻ ക്ലോസിൽ, അതിലൊക്കെ വരുന്ന ആൾട്രേഷൻസ് പ്രൊസീജിയേഴ്സിൽ അത് നിങ്ങൾ നന്നായിട്ട് ഡീപ്പായി ഡിസ്കസ് ചെയ്യുക. അപ്പോൾ അതോടെ എന്താണ് അതുവഴി. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഏതൊക്കെ ചാപ്റ്ററിനാണ് ഈ പറയുന്ന സെക്കൻഡ് മൊഡ്യൂൾ അഥവാ കമ്പനീസ് ഡോക്യുമെൻറ്റ്സ് ആൻഡ് ഫോർമാഷൻ ഓഫ് കമ്പനി എന്നൊരു എസ്സേ ഉണ്ട്, പിന്നെ കമ്പനീസ് മീറ്റിങ്ങിനൊരു എസ്സേ ഉണ്ട്, ദെൻ മാനേജ്മെൻറ്റ് ബൈ കമ്പനീസിനൊരു എസ്സേ ഉണ്ട്. അപ്പോൾ 3 മൊഡ്യൂളിന് എസ്സേ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് 2017 എങ്ങനെയൊക്കെ ചോദിച്ചിരിക്കുന്നത് ഞാൻ പറയാൻ മറന്നു. അതിൽ ഡോക്ട്രൈൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ്, അത് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിലാണ്. പിന്നെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് റെസൊല്യൂഷൻസ്, കമ്പനീസ് മീറ്റിംഗ് ഇന്ന് 2ാമത്തെ ഒരു ക്വസ്റ്റ്യൻസും കൂടി വന്നു. ദെൻ ലയബിലിറ്റീസ് ഓഫ് ഡയറക്ടേഴ്സ്, മാനേജ്മെൻറ്റ് ബൈ കമ്പനീസ് വന്ന ക്വസ്റ്റ്യനാണ്. പിന്നെ 4 ഫീച്ചേഴ്സ് ഓഫ് ഇക്വിറ്റി ഷെയർ ആൻഡ് ഷെയർ ക്യാപിറ്റലിന് വരുന്നതാണ്. പിന്നെ വൈൻഡിങ് അപ്പ് ഓഫ് കമ്പനീസിൽ വരുന്ന ക്വസ്റ്റ്യനാണ് ലാസ്റ്റ് മൊഡ്യൂളിന്. ഗ്രൗണ്ട്സ് ഫോർ ദ വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി. ദെൻ വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് പ്രൊമോട്ടേഴ്സ് സെക്കൻഡ് മൊഡ്യൂളിന് ഫോർമേഷൻ ഓഫ് കമ്പനീസിന് വരുന്നതാണ്. ദെൻ എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് മീറ്റിംഗിന് കമ്പനി മീറ്റിംഗിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചതാണ്. എസെൻഷ്യൽസ്, കമ്പനി മീറ്റിംഗിൻ്റെ എസെൻഷ്യൽസ് എന്തൊക്കെയാണ്. നെക്സ്റ്റ് പിന്നെ 4 മാർക്കിന് ചോദിച്ചാണ് ട്രാൻസ്ഫർ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഷെയർ ക്യാപിറ്റലിന് ചോദിച്ച ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് കൂടുതലായിട്ട് ചോദിച്ചിരിക്കുന്നത് മാനേജ്മെൻറ്റ് ബൈ കമ്പനിന്നും അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഓഫ് കമ്പനിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ കമ്പനീസ് മീറ്റിംഗ് എന്നൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ ഇയറിലും ചിലപ്പോൾ ഓരോ ചാപ്റ്റർ വൈസിൽ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ഇത് നന്നായിട്ട് നോക്കുക. ഇതിൻ്റെ അണ്ടറിൽ വരുന്ന എല്ലാ കാര്യങ്ങളും പഠിച്ചു വയ്ക്കുക. ദെൻ നെക്സ്റ്റ് 2016 ചോദിച്ച ക്വസ്റ്റ്യനാണ്. 2016 വെയിറ്റേജ് പ്രകാരമാണ് ചോദിച്ചിട്ടുള്ളത്. കാരണം കൊണ്ട് തന്നെ അത് നിങ്ങൾ ജസ്റ്റ് ഏതൊക്കെയാണ് എന്നുള്ളത് നന്നായിട്ട് റെഫർ ചെയ്ത് പോവുക. നമ്മുടെ മാർക്ക് സിസ്റ്റം വന്നത് 2017 2017 അല്ല 2014 മാർക്ക് സിസ്റ്റം വന്നത്. പക്ഷേ 2016 വെയിറ്റേജ് പ്രകാരമാണ് ഇതൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ദെൻ അപ്പോൾ ഇവിടെ 2 മാർക്കിന്
2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ് ലീഗൽ എഫക്റ്റ് ഓഫ് ദ അൾട്രാ വയറസ് ട്രാൻസാക്ഷൻസ്. അത് ഞാൻ നേരത്തെ നിങ്ങളടുത്ത് പറഞ്ഞിരുന്നു. അൾട്രാ വയറസ് എന്നുള്ള അല്ലെങ്കിൽ ഡോക്ട്രിൻ ഓഫ് അൾട്രാ വയറസ് എന്നുള്ള ഒരു പോർഷൻ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അത് പഠിക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ ലീഗൽ എഫക്റ്റും അതിൻ്റെ അതുപോലെ തന്നെ എക്സെപ്ഷൻസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ടൈപ്സും കാര്യങ്ങളൊക്കെ നന്നായി ഡിസ്കസ് ചെയ്യുക. ദെൻ സ്റ്റാറ്റുറ്ററി കമ്പനീസ്, ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പനി പഠിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റാറ്റുറ്ററി കമ്പനി നമുക്ക് സിമ്പിളായിട്ട് എഴുതാൻ സാധിക്കും. ദെൻ ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് 2017 ചോദിച്ചിട്ടുണ്ട്, അതിൻ്റെ മുന്നത്തെ ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുണ്ട്, ഇപ്പോഴും ഇതാ ചോദിച്ചിരിക്കുന്നത് 2 മാർക്കിന് ഡോക്ട്രേറ്റ് ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് എന്താണ്. പിന്നെ പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റ് സെക്കൻഡ് മൊഡ്യൂളിൽ ചോദിച്ചതാണ്. ലിസ്റ്റ് ഓഫ് എനി 2 സർക്കംസ്റ്റൻസ് വേർ പ്രോസ്പെക്ടസ് ഈസ് നോട്ട് റിക്വയർഡ് ടു ബി ഇഷ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസ്പെക്ടേഴ്സ് ഇഷ്യൂ ചെയ്യാത്ത ഇതിൽ വരുന്ന സർക്കംസ്റ്റൻസുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. പിന്നെ ചോദിച്ചിരിക്കുന്നത് റിസർവ് ക്യാപിറ്റൽ നിങ്ങൾക്ക് പഠിക്കാനാണെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ ടൈപ്സ് ഓഫ് ഷെയർ ക്യാപിറ്റൽ പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ റിസർവ് ക്യാപിറ്റൽ ചോദിക്കാം, അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ക്യാപിറ്റൽ ചോദിക്കാം, അല്ലെങ്കിൽ ഓതറൈസർ ക്യാപിറ്റൽ എന്താണെന്ന് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ആ ടൈപ്സ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷെയർ ക്യാപിറ്റൽ നിങ്ങൾ നന്നായിട്ട് നോക്കുക. ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യൻ 2 മാർക്കിനൊക്കെ ചോദിക്കാം. ദെൻ നെക്സ്റ്റ് എഫക്റ്റ് ഓഫ് നോൺ പേയ്മെൻറ്റ് ഓഫ് കാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ പേയ്മെൻറ്റ് ഓഫ് കാളിൽ അല്ലെങ്കിൽ കോൾസിൻ നമ്മൾ പറഞ്ഞിരുന്നു കോൾസ് ഓൺ ഷെയർസിനെ കുറിച്ചിട്ട്. അപ്പോൾ അതിൽ നോൺ പേയ്മെൻറ്റ് കേസിൽ വരുന്ന എഫക്റ്റ് എന്തൊക്കെയാണ് അത് നമ്മൾ ടെക്സ്റ്റിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ ട്രാൻസ്മിഷൻ ഓഫ് ഷെയർ എന്താണ്, അതുപോലെ തന്നെ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം എന്താണ്, ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ എല്ലാ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ലിങ്ക് പോയിട്ട് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് 2016 ചോദിച്ചിരിക്കുന്നത് സെക്കൻഡ് മൊഡ്യൂളിന് ചോദിച്ച ക്വസ്റ്റ്യനാണ് ലീഗൽ എഫക്റ്റ് ഓഫ് അൾട്രാ വയറസ് ട്രാൻസാക്ഷൻ, ദെൻ ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ്, പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റ്, അതുപോലെ തന്നെ ഈ ഒരു 3 പിന്നെ അതുപോലെ തന്നെ പ്രോസ്പെക്ടസ്. ഇതാണ് ഈ ഒരു 4 ക്വസ്റ്റ്യനാണ് സെക്കൻഡ് മൊഡ്യൂളിൽ ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് മൊഡ്യൂളിന് സ്റ്റാറ്റുറ്ററി കമ്പനി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തേർഡ് മൊഡ്യൂളിന് റിസർവ് ക്യാപിറ്റൽ എന്താണ്, എഫക്റ്റ് ഓഫ് നോൺ പേയ്മെൻറ്റ് ഓഫ് കോൾസ്, ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ്, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീംസ്. അപ്പോൾ തേർഡ് മൊഡ്യൂളിന് ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ 4 ക്വസ്റ്റ്യൻസോളം ചോദിച്ചിട്ടുണ്ട്. സെക്കൻഡ് മൊഡ്യൂളിന് ചോദിച്ചത് 4 ക്വസ്റ്റ്യൻ സെക്കൻഡ് മൊഡ്യൂളിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ ഫസ്റ്റ് മൊഡ്യൂളിന് 1 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുകയാണെങ്കിൽ എസ് എ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഷോർട്ട് എസ് എ ക്വസ്റ്റ്യൻസ് 2016 ചോദിച്ച ഷോർട്ട് എസ് എ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്? നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടൊരു ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് റെസൊല്യൂഷൻസ് ഇൻ ദ കമ്പനി മീറ്റിംഗിൻ്റെ റെസൊല്യൂഷൻസ് എന്തൊക്കെയാണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെസൊല്യൂഷൻ, സ്പെഷ്യൽ റെസൊല്യൂഷൻ, ഓർഡിനറി റെസൊല്യൂഷൻ, എന്താണ് റെസൊല്യൂഷൻസിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. ദെൻ റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ദ അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സിനെ കുറിച്ച് ഷോർട്ട് നോട്ട് നിങ്ങൾ എഴുതുക. ഡയറക്ടേഴ്സ് എന്താ എഴുതുക, അതുപോലെ തന്നെ അതിൻ്റെ അപ്പോയിൻമെൻറ്റ് എങ്ങനെയാണ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത് അത് ഷോർട്ട് നോട്ട്സ് ആക്കിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ദെൻ എക്സ്പ്ലെയിൻ ദ പ്രൊവിഷൻസ് റിഗാർഡിംഗ് നോട്ടീസ് ഓഫ് എ ജനറൽ മീറ്റിംഗ്. ഒരു നോട്ടീസിൻ്റെ എന്ന് വെച്ചാൽ ജനറൽ മീറ്റിങ്ങിൻ്റെ നോട്ടീസ് ഓഫ് എ ജനറൽ മീറ്റിങ്ങിൽ വരുന്ന അതിൻ്റെ നോട്ടീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെ തരത്തിലുള്ള വ്യവസ്ഥകൾ അഥവാ പ്രൊവിഷൻസുകൾ എന്തൊക്കെയുണ്ട് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. കമ്പനീസ് മീറ്റിംഗ് എന്നുള്ള ചാപ്റ്ററിലാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളത് ഞാനും താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ദെൻ ലീഗൽ റിക്വയർമെൻറ്റ്സ് ഓഫ് ദ ഫോർഫീച്ചർ ഓഫ് ഷെയർസ് എന്താണ് എഴുതുക, അതുപോലെ ലീഗൽ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്, കുറച്ച് പോയിൻറ്റ്സേ ഉള്ളൂ, അത് ജസ്റ്റ് ഒന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യുക. ദെൻ explain the procedure to be adopted for the reduction of the share capital of a company. എന്ന് വെച്ച് കഴിഞ്ഞാൽ റിഡക്ഷൻ ഓഫ് ഷെയർ ക്യാപിറ്റലിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ് ഒരു കമ്പനിയിൽ അഡോപ്റ്റ് ചെയ്യുന്നത് അത് നമ്മൾ ഈ പറയുന്ന സെക്കൻഡ് മൊഡ്യൂളിൽ പറയുന്നുണ്ട്. ഫോർമേഷൻ ഓഫ് കമ്പനീസിലാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ചോദിക്കുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. അപ്പോൾ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും ഡിഫറൻസ് ചോദിക്കുന്നുണ്ട്. നന്നായിട്ട് പഠിക്കുക. കഴിഞ്ഞ വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത്. ദെൻ വാട്ട് ആർ ദ എക്സെപ്ഷൻ ടു ദ ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ്. അപ്പോൾ നിങ്ങൾ ഒറ്റ കാര്യം മനസ്സിലാക്കുക, ഇതിലിപ്പോൾ ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ്, ഈ ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റിൽ വരുന്ന അതെന്താണ്, അതിൻ്റെ അണ്ടറിൽ വരുന്ന എല്ലാ കാര്യം നോക്കുക. ഡോക്ട്രൈൻ ഓഫ് അൾട്രാ വയറസ് എന്താണ്, അതിൻ്റെ അണ്ടറിൽ വരുന്ന എല്ലാ കാര്യവും നോക്കുക. ദെൻ ഡോക്ട്രൈൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ്, അതിൻ്റെ അണ്ടറിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ നോക്കുക. കാരണം അതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒന്ന് കമ്പനി മീറ്റിംഗിൽ നിന്ന് ഒരു 2 ക്വസ്റ്റ്യൻസോളം കമ്പനി മീറ്റിംഗിൽ 4 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ബൈ കമ്പനീസ് എന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഡോക്യുമെൻറ്റ്സ് ഓഫ് കമ്പനി എന്ന ഡിഫറൻസ് ബിറ്റ്വീൻ മെമ്മോറാണ്ടം അപ്പോൾ ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ് 2 ക്വസ്റ്റ്യൻസ് അതെന്ന് ചോദിച്ചിട്ടുണ്ട്.
അപ്പോൾ ഫോർമേഷൻ ഓഫ് കമ്പനി എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ദെൻ ഷെയർ ക്യാപിറ്റലിൽ നിന്ന് പറയുന്ന പോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ലീഗൽ റിക്വയർമെൻറ്റ്സ് ഓഫ് ദ ഫോർഫീച്ചർ ഓഫ് ഷെയർസ്. നെക്സ്റ്റ് ലോങ് എസ്സേ ആയിട്ട് 15 മാർക്കിന് ചോദിച്ചാണ് ഹൂ ക്യാൻ മെമ്പേഴ്സ് ഓഫ് എ കമ്പനി, എന്താണ് ഒരു കമ്പനിയിലെ മെമ്പേഴ്സ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക, അവരുടെ റൈറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. ദെൻ വേരിയസ് മോഡ്സ് ഓഫ് വൈൻഡിങ് അപ്പ് ഓഫ് കമ്പനീസ്, വൈൻഡിങ് അപ്പിൻ്റെ വേരിയസ് മോഡ്സ് എന്തൊക്കെ മെത്തേഡ് അല്ലെങ്കിൽ മോഡ്സ് ഓഫ് വൈൻഡിങ് അപ്പ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയുന്നതാണ്. വളണ്ടർലി വൈൻഡിങ് അപ്പ്, കമ്പൽസറി വൈൻഡിങ് അപ്പ്, അതിൻ്റെ അണ്ടറിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതിൽ എഴുതേണ്ടി വരും. കാരണം അതിൻ്റെ സർക്കംസ്റ്റൻസസും അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റേജസും വളണ്ടർലി വൈൻഡിങ് അപ്പിൻ്റെ വരുന്ന സ്റ്റേജസ് എന്തൊക്കെയാണ് അതൊക്കെ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യുക. നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ദ മേജർ കണ്ടന്റ് ഓഫ് പ്രോസ്പെക്ടസ്, പ്രോസ്പെക്ടസിൻ്റെ മേജർ കണ്ടന്റ്സ് ഏതൊക്കെയാണ്. ഓൾസോ ഡിസ്കസ് ദ ലയബിലിറ്റി ടു മിസ് സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് ദ പ്രോസ്പെക്ടസ്. ഫസ്റ്റ് എന്താ നിങ്ങൾ അതിൻ്റെ മേജർ കണ്ടന്റ്സ് നമ്മൾ കുറേ 21 നമ്മൾ അതിൻ്റെ കണ്ടന്റ്സ് പോയിന്റ്സ് വൈസായി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളുടെ അതിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓൾസോ ഡിസ്കസ് ദ ലയബിലിറ്റീസ് ഓഫ് ഫോർ ദ മിസ്സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് പ്രോസ്പെക്ടസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലയബിലിറ്റീസ് ഓഫ് മിസ്സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോസ്പെക്ടസ് എന്താണ് മിസ്സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോസ്പെക്ടസ് കൊടുക്കുക, അതുപോലെ അതിൻ്റെ ലയബിലിറ്റീസ് എന്തൊക്കെയാണ്, സിവിൽ ലയബിലിറ്റി, ക്രിമിനൽ ലയബിലിറ്റീസ്, അതും എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഒന്ന് ഈ പറയുന്ന പോലെ തന്നെ കമ്പനീസ് മീറ്റിംഗിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ കമ്പനീസ് മീറ്റിംഗ്സിൽ ലാസ്റ്റ് ചാപ്റ്റർ വൈൻഡിങ് അപ്പ് ഓഫ് കമ്പനീസിൽ ചോദിച്ചിട്ടുണ്ട്. ദെൻ പിന്നെ മേജർ കണ്ടന്റ്സ് സെക്കൻഡ് മൊഡ്യൂൾ അഥവാ നമ്മുടെ ഡോക്യുമെന്റ്സ് ഓഫ് കമ്പനീസിൽ നിന്നും ഈ പറയുന്ന പോലെ തന്നെ അതിൻ്റെ പ്രോസ്പെക്ടസിൻ്റെ കണ്ടന്റ്സും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ഇങ്ങനെ പഠിക്കുക, ഏതൊക്കെ രീതിയിൽ പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ നോക്കുക. പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ പുറമേ ആയിട്ട് നമുക്ക് ഈ ഒരു കഴിഞ്ഞ ഇയറിൽ നമ്മൾ ബുക്കിൽ ചില കൂടുതലായിട്ടുള്ള അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഡിഫോണറ്റ് കമ്പനീസ്, അപ്പോൾ ഡോർമെൻറ്റ് കമ്പനീസ്, പിന്നെ ലിസ്റ്റഡ് കമ്പനീസ്, ഇതൊക്കെ നിങ്ങൾ എന്താ നന്നായിട്ട് നോക്കുക. കാരണം ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഡീംഡ് പ്രോസ്പെക്ടസ്, ടൈപ്സ് ഓഫ് പ്രോസ്പെക്ടസ് പഠിക്കുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇല്യൂ പ്രോസ്പെക്ടസ്, അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ്, അതുപോലെ തന്നെ റെഡ് ഹിയറിംഗ് പ്രോസ്പെക്ടസ്, ഷെൽ പ്രോസ്പെക്ടസ്, അതിൽ ഏതൊക്കെ ടൈപ്സ് വരുന്നുണ്ടോ അതൊക്കെ നിങ്ങൾ പഠിക്കുക. അപ്പോൾ ആ മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് വെച്ചാൽ ഡോക്യുമെൻറ്റ്സ് ഓഫ് കമ്പനീസിലുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും പൂർണ്ണമായിട്ടും പഠിക്കുക. ദെൻ പിന്നെ പറയാനുള്ള ഫോർമേഷൻ ഓഫ് കമ്പനീസ് പഠിക്കുക. ഫസ്റ്റ് വരുന്ന മൊഡ്യൂളിലുള്ള കാര്യങ്ങൾ, ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പനീസ് കാര്യങ്ങൾ, അതുപോലെ തന്നെ കമ്പനീസ് മീറ്റിങ്ങിന് അണ്ടറിൽ വരുന്ന ക്വസ്റ്റ്യൻസ്, പിന്നെ മാനേജ്മെൻറ്റ് ബൈ കമ്പനീസിൽ വരുന്ന ഡയറക്ടേഴ്സിൻ്റെ ഡ്യൂട്ടീസ്, റൈറ്റ്സ്, പവേഴ്സ് ഒക്കെ നന്നായി നോക്കുക. പിന്നെ അതുപോലെ തന്നെ കമ്പനീസിൻ്റെ ലിക്വിഡേറ്ററിൻ്റെ അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ മെയിനായിട്ട് ഇത്രത്തോളം നിങ്ങൾ പഠിച്ച് വെക്കുക മെയിനായിട്ട്. ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ ഓരോ ചാപ്റ്റർ വൈസായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതിൽ ഓരോ ചാപ്റ്ററിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും കൂടി നമ്മൾ തേർഡ് പാർട്ടിലായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ഡിസ്കസ് ചെയ്ത് 2019, 18, 17, 16 വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇവിടെ മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ടത് എല്ലാത്തിൻ്റെയും ഏതിൻ്റെയൊക്കെ റൈറ്റ്സ് ഉണ്ട്, ഏതിൻ്റെയൊക്കെ ഡ്യൂട്ടീസ് ഉണ്ട്, ഇതിൻ്റെയൊക്കെ പവേഴ്സ് ഉണ്ട്, ലയബിലിറ്റീസ് ഏതൊക്കെയുണ്ട്, അതൊക്കെ നന്നായിട്ട് നോക്കും. ഉദാഹരണത്തിന് ലിക്വിഡേറ്റർ ആണെങ്കിലും കമ്പനി സെക്രട്ടറി ആണെങ്കിലും ഈ പറയുന്ന പ്രൊമോട്ടേഴ്സ് ആണെങ്കിലും ഡയറക്ടേഴ്സ് ആണെങ്കിലും അതിൻ്റെ ഒക്കെ എല്ലാ അണ്ടറിലും വരുന്ന എല്ലാ കാര്യങ്ങളും നോക്കുക. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് സെബി ഇമ്പോർട്ടൻ്റ് ആയൊരു ക്വസ്റ്റ്യൻ ആണ്. സെബി വേണമെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഫങ്ഷൻസ് ഓഫ് സെബിയും അതുപോലെ തന്നെ പവേഴ്സും അതിൻ്റെ ഫങ്ഷൻസ് ഓഫ് സെബീൻ്റെ പവറും പിന്നെ റെഗുലേഷൻസ്, ഗൈഡ് ലൈൻസ്, അത് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഷെയർ ക്യാപിറ്റൽ എന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ അത് എസ് എ ആയിട്ടും ചോദിക്കാം, ഷോർട്ട് എസ് എ ആയിട്ട് ചോദിക്കാം, ലോങ് എസ് എ ആയിട്ട് ചോദിക്കാനുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണത്. കാരണം 10-20 ഫങ്ഷൻസും അതുപോലെ തന്നെ അതിൻ്റെ പവേഴ്സും ഉണ്ട്. നന്നായിട്ട് ഡിസ്കസ് ചെയ്യുക, അല്ലെങ്കിൽ നന്നായിട്ട് പഠിക്കുക. കാരണം അതിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിൻറ്റ്സുകളാണ് നമുക്ക്. അപ്പോൾ അത് നന്നായിട്ട് നോക്കി വയ്ക്കുക. പിന്നെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് CSR അതും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 2 മാർക്കിനോ അല്ലെങ്കിൽ 4 മാർക്കിനോ ആയിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ പുറമെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ
സാറ്റിൻ്റെ കാര്യം ഞങ്ങൾ നേരത്തെ പറഞ്ഞു. ഞാൻ സെക്യൂരിറ്റി സപ്ലൈറ്റ് ട്രിബ്യൂണൽസ് അത് നിങ്ങൾ നോക്കുക, അതിൻ്റെ പവേഴ്സ് നോക്കുക. അപ്പോൾ എല്ലാത്തിൻ്റെയും ഈ ഒരു ലെവലിൽ വരുന്ന എല്ലാ കാര്യവും നോക്കുക. പിന്നെ കോർപ്പറേറ്റ് ഗവേണൻസ്, എന്താണ് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഡെഫിനിഷൻ പഠിച്ച് വെക്കുക. അത് നിങ്ങൾക്ക് 2 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട് സാധാരണ, അല്ലെങ്കിൽ നിങ്ങൾക്കത് അതിൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ അത് നന്നായിട്ട് പഠിച്ച് വെക്കുക. എന്തെങ്കിലും ഒരു ഡൗട്ട്സും കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്. ഞാൻ നെക്സ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ത്രൂ ഔട്ടായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നോക്കേണ്ടത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പറയേണ്ടതാണ്. അപ്പോൾ താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്.